റോയൽ എൻഫീൽഡിന്റെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും തകരാറ് കൃത്യമായി പറയാൻ കഴിയുന്ന മെക്കാനിക്കാണ് പാലക്കാട് കിണാശ്ശേരി എൻ മാണിക്കൻ. അരനൂറ്റാണ്ട് കാലമായി ബുള്ളറ്റിന്റെ നാഡീമിടിപ്പുകൾ അറിഞ്ഞ് ജീവിക്കുന്ന മാണിക്കനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കാണാം ഇനി. ഞാനൊരു 14-15 വയസ്സിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പം എനിക്ക് 65 വയസ്സ്. ചെറുപ്പം മുതൽ ഇതിലുള്ളതാണ്. അത് പഴയ വണ്ടിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യാൻ. പുതിയ വണ്ടി ചെയ്യില്ല വെച്ച് സർവീസൊക്കെ ചെയ്യാറുണ്ട്. പുതിയ ഇപ്പോൾ വരുന്ന ടെക്നോളജിൻ്റെ മാത്രം നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. അതെല്ലാം കമ്പനി തന്നെ വിടുന്നുണ്ട്. ഡീസൽ ബുള്ളറ്റിന്റെ മറ്റുള്ള ഭാഗങ്ങൾ ചെയ്യും. ഡീസലിന്റെ മാത്രം നമ്മൾ ചെയ്യും, പുറത്തു കൂടി ചെയ്യും. ബാക്കി ഗിയർ ബോക്സ് ബോഡി അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പഴയ വണ്ടികളെ ജാവ രാജ്യത്ത് അങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടങ്ങളിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ട്രെൻഡ് മാറിയപ്പോൾ നമ്മൾ ഒന്നാമത് പേഴ്സ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ആ സ്റ്റോപ്പ് ചെയ്ത് ബുള്ളറ്റ് മാത്രം മൈനസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒരു വണ്ടി ഒരു ജനറൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ 2 വണ്ടി ഒരു ദിവസം അത് ചെയ്യാൻ പറ്റുള്ളൂ. ടൈം വാങ്ങിയിട്ട് നമ്മൾ എടുക്കുള്ളൂ. പിന്നെ വാരി വലിച്ച് എല്ലാം വെച്ചിട്ട് പാർട്ടിയെല്ലാം മുഷിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പം എൻ്റെ മൊബൈൽ നമ്മൾ നോക്കിയിട്ട് അവർ ഒഴിവുള്ളപ്പോൾ ഗ്യാപ്പ് വിട്ട് തരും. കൂടുതൽ വർക്കാണെങ്കിൽ മാസങ്ങളാവും. ഫുൾ പണിയാകുമ്പോൾ 2 മാസം മേലാവും. എന്നാൽ ഇന്നത്തെ ലെവലിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു 75-80 റുപ്യ ആവറേജ്. പിന്നെയും കൂടുതൽ പണിയെടുക്കണമെങ്കിൽ ഒരു ഉറുപ്പളം വരും. എല്ലാം മാറ്റുകയാണെങ്കിൽ മാറ്റാതെ നമ്മൾ അധികം മാറ്റാതെ നമ്മൾ ചെയ്യുന്നതാണ്. ഉറുപ്പ് താഴെ വരും. പെർഫോമൻസ് പഴയ വണ്ടിയാണ്. ജർക്കിംഗ് ഇല്ല, ക്ഷീണമില്ല. എത്ര ലോങ് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. എൻ്റെ പേര് മാണിക്കൻ. ബുള്ളറ്റ് അവരിട്ടെന്ന് മാത്രം പത്രത്തിൽ വന്നപ്പോൾ അങ്ങനെ ഇട്ടു. മക്കള് ഒരാൾ മലബാർ HR മാനേജർ മോഹൻദാസ്, ചെറിയ ആളൊരു ഫിഷറീസിൻ്റെ ആന്ധ്രയിൽ മനോജ്. ഞാൻ താമസിക്കുന്നത് മമ്പറം, മണിക്കക്കുളയിൻ്റെ അപ്പുറം.